AEC English Language Skills for Sciences, Chapter 2nd, Above Pate Valley. And this is a beautiful poem written by Gary Snyder. Who was Gary Snyder? He was an American poet, essayist, environmental activist and a lecturer. എൻവിറോൺമെൻ്റൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു കവിതയ്ക്ക് പ്രകൃതിയുമായി അത്രമേലൊരു അഗാധമായ ഒരു ടച്ച് വരുന്നത്. ഈ കവിതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലുപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ ഇമേജറീസ് ആണ്. ഒരു കവിതയെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഡെക്കറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒത്തിരി പോയറ്റിക് ഡിവൈസുകളുണ്ട്. അതിൽ ഒന്നാണ് ഇമേജറീസിൽ പെടുന്ന വിഷ്വൽ ഇമേജറീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ദിസ് പോം ഈസ് ആക്ച്വലി എ ജേണി ത്രൂ വിഷ്വൽ ഇമേജറീസ്. സോ വാട്ട് ഈസ് വിഷ്വൽ ഇമേജറീസ്? വാക്കുകൾക്ക് മനസ്സിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട്. ഒരു കവിത വായിക്കുന്ന സമയത്ത്, അതിലെ വരികളിലൂടെ പോകുന്ന സമയത്ത്, അതല്ലെങ്കിൽ ആ വാക്കുകൾ നമ്മുടെ മനസ്സിൽ, റീഡേഴ്സിൻ്റെ മനസ്സിൽ ഒരു വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിനെയാണ് വിഷ്വൽ ഇമേജറീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കവിത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും ഈ ഒരു വിഷ്വൽ ഇമേജറീസിൻ്റെ കാര്യത്തിലാണ്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് പോം ഈസ് റിച്ച്, വെരി റിച്ച് വിത്ത് ദ യൂസ് ഓഫ് പെർഫെക്റ്റ് യൂസ് ഓഫ് വിഷ്വൽ ഇമേജറീസ്. സോ ഈ ഒരു കവിതയിലേക്ക് വരുന്ന സമയത്ത് പോയറ്റും അതുപോലെ തന്നെ പോയറ്റിൻ്റെ കൂടെ കുറച്ച് പേരുമുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവർ യാത്ര ചെയ്യുകയാണ്, അവർ സഞ്ചരിക്കുകയാണ്, അവർ നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അവർ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ചകൾ, അവരുടെ ഒബ്സർവേഷൻ, എസ്പെഷ്യലി പോയറ്റിൻ്റെ കണ്ണിലൂടെയാണ്, അദ്ദേഹം കാണുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു കവിതയിലെ വരികളിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ എന്തൊക്കെയാണ് പോയറ്റ് കാണുന്നത്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഹീ ഈസ് ഒബ്സർവിങ് ദർ? അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ, എബവ് പേറ്റ് വാലി എന്നുള്ള ഗാരി സ്നൈഡറുടെ ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പോം ഓഫ് ഗാരി സ്നൈഡർ. And in this poem, we can see that the very rich use of visual imageries. So let's go through the poem. Okay, now let's go through the lines of the poem. See the lines. We finished clearing the last section of trail by noon, high on the ridge side, 2,000 feet above the creek, reached the pass, went on beyond the white pine groves, granite shoulders, to a small green meadow watered by the snow. See, എന്തൊക്കെയാണ് ഈ വരികളിൽ പറയുന്നത്? We finished clearing the last section of trail by noon. We finished. ഞങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ പോയറ്റ് മാത്രമല്ല, ഒരു ഗ്രൂപ്പാണ് അവിടെയുള്ളത്. അവർ യാത്ര ചെയ്യുകയാണ്, അവർ സഞ്ചരിക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്യുകയാണ്, നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. സോ പോയറ്റ് ഉൾപ്പെടുന്ന ഒരു സംഘം, അവർ ഈ പറയുന്ന പോലെ നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു നൂൺ ടൈം ആയപ്പോഴേക്കും ഇവരുടെ സഞ്ചാരപാതയുടെ ഏകദേശം ഇവർ ക്ലിയർ ചെയ്തു എന്നാണ് പറയുന്നത്, പൂർത്തീകരിച്ചു. ഇവിടെ ഈ ട്രയൽ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ സഞ്ചാരപാതയാണ്. സോ ദേ ഫിനിഷ്ഡ് ക്ലിയറിങ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ട്രയൽ ബൈ നൂൺ. ഏകദേശം ഒരു നൂൺ ടൈം ആയപ്പോഴേക്കും ഇവരുടെ സഞ്ചാരപാതയുടെ ലാസ്റ്റ് സെക്ഷൻ കവർ ചെയ്തു. ഹൈ ഓൺ ദ റിച്ച് സൈഡ്. ഇപ്പോൾ അവരെവിടെയാണുള്ളത്? ഉയരത്തിലാണുള്ളത്. റിഡ് സൈഡ്. ഈ റിഡ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുന്നായ പ്രദേശമൊക്കെ ഉണ്ടല്ലോ, പർവ്വത ശിഖരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് ഈ റിഡ് സൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇപ്പോൾ അവർ യാത്ര ചെയ്ത് സഞ്ചരിച്ച് ഇപ്പോൾ അവർ റിഡ് സൈഡിലെത്തിയിട്ടുണ്ട്. 2,000 feet above the creek. ക്രീക്ക് ദാറ്റ് മീൻസ് നദി, അരുവി, അതിനൊക്കെയാണ് ക്രീക്ക് എന്ന് പറയുന്നത്. അതായത് ജലനിരപ്പിൽ നിന്നും ഇപ്പോൾ അവർ 2,000 feet എബോവ് ആണ്, 2000 അടി മുകളിലാണ്. ജലനിരപ്പിൽ നിന്നും 2000 അടി മുകളിലാണ് ഇപ്പോൾ അവരെത്തി നിൽക്കുന്നത്. റീച്ച്ഡ് ദ പാസ് ദാറ്റ് മീൻസ് മലയിടുക്ക്, അതിനെയാണ് നമ്മൾ ഈ പാസ് എന്ന് പറയുന്നത്. റീച്ച്ഡ് ദ പാസ്. അവർ മലയിടുക്കിലെത്തി. ഒരു താഴ്വാരത്തിലാണ്, ആ ഒരു മലയിടുക്ക് ഭാഗത്ത് അവരെത്തുന്നു. വെൻറ്റ് ഓൺ ബിയോണ്ട് ദ വൈറ്റ് പൈൻ ഗ്രോവ്സ്. വെൻറ്റ് ഓൺ, സി ദാറ്റ്സ് എ ഫ്രേസൽ വെർബ്. കണ്ടിന്യൂ എന്നുള്ള മീനിങ് ആണല്ലേ. സോ അവരവരുടെ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല, അവർ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
went on beyond the white pine groves. സോ നല്ല വെള്ള വൈറ്റ് നിറത്തിലുള്ള പൈൻ ഗ്രോവ്സ്. ഈ വൈറ്റ് പൈൻ ഗ്രോവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി അവിടെ ഹിമഗണങ്ങൾ, മഞ്ഞ് പെയ്ത് സ്നോയുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ കവിതയുടെ പല വരികളിലും അവിടെ മഞ്ഞിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം വൈറ്റ് പൈൻ ഗ്രോവ്സ്. പൈൻ മരങ്ങളുടെ തോട്ടങ്ങളുടെ ഇടയിലൂടെയൊക്കെ അവർ സഞ്ചരിക്കുന്നുണ്ട്. ഗ്രാനൈറ്റ് ഷോൾഡേഴ്സ്, അവിടെയുള്ള മലയിടുക്കുകളൊക്കെ കാണുമ്പോൾ പോയറ്റിന് തോന്നുകയാണ് അതൊരു ഗ്രാനൈറ്റ് ഷോൾഡർ ആണ് എന്നൊക്കെ തോന്നുകയാണ്. സോ ഈ കവിതയുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്വൽ ഇമേജറീസിനെ വളരെ മനോഹരമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കവിത എന്ന് പറയുന്നത് തന്നെ ദിസ് ഇസ് എ ജേർണി ത്രൂ വിഷ്വൽ ഇമേജറീസ്. ടു എ സ്മോൾ ഗ്രീൻ മെഡോ വാട്ടേഡ് ബൈ ദ സ്നോ. മെഡോ, ഒരു താഴ്വാരത്തിൽ അവരെത്തുന്നു. നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വാരത്തിൽ അവരെത്തുന്നു. വാട്ടേഡ് ബൈ ദ സ്നോ, ഹിമഗണങ്ങൾ അല്ലെങ്കിൽ മഞ്ഞ് പെയ്ത് അവിടെ ഒരു ജലാംശം അവിടെ രൂപപ്പെട്ടതായിട്ട് അവർ കാണുന്നു. അപ്പം അത്രയും നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒബ്സർവ് ചെയ്ത് വളരെ ഹാപ്പിയായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എഡ്ജഡ് വിത്ത് ആസ്പെൻ സൺ. ആസ്പെൻ സൺ ദാറ്റ് മീൻസ് ആസ്പെൻ മരങ്ങളുണ്ട്. അപ്പോൾ ഈ ആസ്പെൻ സൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സൺ സ്ട്രീംസ് ത്രൂ ആസ്പെൻ എന്നുള്ള മീനിങ്ങിലാണ്. അതായത് സൂര്യൻ്റെ വെളിച്ചം ഈ ആസ്പെൻ മരത്തിൻ്റെ ഇലകളിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആസ്പെൻ വിത്ത് സൺലൈറ്റ്. ആസ്പെൻ വിത്ത് സൺലൈറ്റ് എന്നുള്ള മീനിങ് ആണ് ഇവിടെ ആസ്പെൻ സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ്? സ്ട്രൈറ്റ് ഹൈ ആൻഡ് ബ്ലേസിങ്. ഈ സൂര്യൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്, ബ്ലേസിങ് ആണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ദ എയർ വാസ് കൂൾ. അവിടെയുള്ളൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, ആ ഒരു ചുറ്റുപാടെന്ന് പറയുന്നത് സൂര്യനൊക്കെ അത്രത്തോളം കത്തിജ്വലിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള ചുറ്റുപാട് വളരെ തണുത്തതാണ്. എയ്റ്റ് എ കോൾഡ് ഫ്രൈഡ് ട്രൗട്ട് ഇൻ ദ ട്രെംബ്ലിംഗ് ഷാഡോസ്. എയ്റ്റ് എ കോൾഡ് ഫ്രൈഡ് ട്രൗട്ട് ഇൻ ദ ട്രെംബ്ലിംഗ് ഷാഡോസ്. അവർ ഭക്ഷണം കഴിക്കുകയാണ്. ട്രൗട്ട് എന്നുദ്ദേശിക്കുന്നത് മത്സ്യമാണ്. ഒരു പുഴമീൻ അവർ ഭക്ഷിക്കുന്നുണ്ട്. ഐ സ്പൈഡ് എ ഗ്ലിറ്റർ ആൻഡ് ഫൗണ്ട് എ ഫ്ലേക്ക്. ഐ സ്പൈഡ്, എന്താണ് ഈ സ്പൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ഉറ്റുനോക്കി അല്ലെങ്കിൽ ഞാൻ രഹസ്യമായി എല്ലാതും ഒബ്സർവ് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ഐ സ്പൈഡ് എ ഗ്ലിറ്റർ ആൻഡ് ഫൗണ്ട് എ ഫ്ലേക്ക്. അപ്പോൾ ഞാൻ അവിടെ എന്ത് കണ്ടു? ഒരു ഫ്ലേക്ക് ഞാൻ കണ്ടു. ഈ ഫ്ലേക്ക് എന്നതിന് പല മീനിങ്ങും ഉണ്ട്. നമ്മുടെ മഞ്ഞിൻ്റെ കഷ്ണം, അതുപോലെ തന്നെ ഈ തീപ്പൊരിക്കൊക്കെ നമ്മൾ ഫ്ലേക്ക് എന്ന് പറയും, ചെറിയ തീപ്പൊരിക്കൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നൊരു മീനിങ്, കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ളൊരു മീനിങ് എന്ന് പറയുന്നത് ഈ ഫ്ലേക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എ സ്മോൾ വെരി തിൻ പീസ് ഓഫ് സംതിങ്. അതായത് ടിപ്പിക്കലി ദാറ്റ് ഈസ് ബ്രോക്കൺ അവേ ഫ്രം എ ലാർജർ പീസ്. അതായത് വലിയൊരു ലാർജർ പീസിൽ നിന്നും ബ്രോക്കൺ ചെയ്ത് വേർപിട്ട് പോയ എ സ്മോൾ വെരി തിൻ പീസ് ഓഫ് സംതിങ്. അതിനെയാണ് ഇവിടെ ഫ്ലേക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണുകയാണ്. ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ്. അതുപോലെ തന്നെ ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ്. ഇവിടെ ഈ വോൾക്കാനിക് ഗ്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനി ഗ്ലാസി റോക്ക് ദാറ്റ്സ് ഫോംഡ് ഫ്രം ലാവ. അതായത് അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ അഗ്നിപർവ്വതം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഉരുത്തിരിഞ്ഞു വന്ന ശിലകൾ, ഗ്ലാസ് ടൈപ്പിലുള്ള കല്ല്, അതാണ് ഈ വോൾക്കാനിക് ഗ്ലാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്സീഡിയൻ, ഈ സെയിം മീനിങ് ആണ്. ഒബ്സീഡിയൻ എന്ന് പറഞ്ഞാലും എ ഹാർഡ് ഡാർക്ക് ഗ്ലാസ് ലൈക്ക് വോൾക്കാനിക് റോക്കിനെയാണ് ഒബ്സീഡിയൻ എന്ന് പറയുക, അതായത് അഗ്നിപർവ്വത ശില. അപ്പോൾ അവിടെ ഈ പറയുന്ന അഗ്നിപർവ്വത ശിലകളെയൊക്കെ ഇദ്ദേഹം കാണുകയാണ്. ബൈ എ ഫ്ലവർ ഹാൻഡ്സ് ആൻഡ് നീസ് പുഷിംഗ് the bear grass, thousands of arrowhead livings over 100 yards. Not one good head, just razor flakes on a hill snowed all but summer. By a flower. അദ്ദേഹം അവിടെ ഒരു പൂവിനെയും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു അവിടെ വോൾക്കാനിക് ഗ്ലാസ് ഉണ്ട്, ഒബ്സീഡിയൻ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ആ ഒരു മണ്ണിൽ ഈ പറയുന്ന വോൾക്കാനിക് ഗ്ലാസും ഒബ്സീഡിയനും അഗ്നിപർവ്വത ശിലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മണ്ണിൽ, അതല്ലെങ്കിൽ ആ ഒരു സർഫസിൽ
അവിടെ പോലും പൂക്കൾ വിടർന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അത് ദ സ്ട്രെങ്ത് ഓഫ് എ പ്ലാന്റ്, അതല്ലെങ്കിൽ ദ സ്ട്രെങ്ത് ഓഫ് എ ഫ്ലവർ ടു വിത്ത്സ്റ്റാൻഡ് ഓർ ടു ഓവർകം ഓർ ടു സർവൈവ് എന്നുള്ളൊരു മീനിങ് നമുക്കവിടെ വായിക്കാം. അപ്പം അത്രയും പ്രതികൂല അന്തരീക്ഷത്തിൽ പോലും ഒരു ചെടിയിൽ പൂവ് വിടർന്നു നിൽക്കുന്നത് കവി ശ്രദ്ധിക്കുകയാണ്. ഹാൻഡ്സ് ആൻഡ് നീസ് പുഷിങ് ദ ബിയർ ഗ്രാസ്. അവിടെ ഒരുപാട് ബിയർ ഗ്രാസ് ഉണ്ട്. ഈ ബിയർ ഗ്രാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദർ ആൾസോ നോൺ ആസ് എൽക്ക് ഗ്രാസ്. ഇതിന് എൽക്ക് ഗ്രാസ് എന്നും പറയാറുണ്ട്. അതായത് എ ടോൾ വെസ്റ്റേൺ നോർത്ത് അമേരിക്കൻ പ്ലാന്റ് ആണ്. നാരോ ലീവ്സ് ആയിരിക്കും ഇതിനുണ്ടാവുക. അതുപോലെ തന്നെ ടൈനി വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ ആ വലിയ പുല്ല് കൈകൊണ്ട് വകഞ്ഞു മാറ്റി അവരങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൗസൻഡ്സ് ഓഫ് ആരോ ഹെഡ് ലിവിങ്സ് ഓവർ 100 yards. അതുപോലെ തന്നെ പിന്നീട് കവി കാണുന്നത് തൗസൻഡ്സ് ഓഫ് ആരോ ഹെഡ് ലിവിങ്സ് ആണ്. എന്താണ് ഈ ആരോ ഹെഡ് ലിവിങ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ ആരോ ഹെഡ് എന്നുകൊണ്ട് പറയുന്നത് അമ്പിൻ്റെ മുനയുണ്ടല്ലോ, അതാണ് ഈ ആരോ ഹെഡ്. ഈ ലീവിങ്സ് എന്നുകൊണ്ട് പറയുന്നത് അവശേഷിപ്പുകൾ, അതായത് അതിൻ്റെ ബാക്കി പത്രം, ഈ അമ്പിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങൾ, അവശേഷിപ്പുകൾ അവിടെ കാണുന്നുണ്ട്. 100 yards പരന്ന് കിടക്കുന്നത് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പണ്ടത്തെ ഒരു ജനറേഷനെയാണ്, പൂർവികരെയാണ്. ആ സ്ഥലത്ത്, ആ പ്രദേശത്ത് പണ്ടൊരു കാലത്തുണ്ടായിരുന്ന ആൻസസ്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നു ഇത്തരം തിങ്സുകളെന്ന് പറയുന്നത്. നോട്ട് വൺ ഗുഡ് ഹെഡ്. അപ്പോൾ അതൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആരോ ഹെഡോ അതല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അതൊന്നുമല്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ബ്രോക്കൺ പീസസ് ആണ്. ജസ്റ്റ് റൈസർ ഫ്ലേക്സ്. ഈ റൈസർ ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ, ഈ റൈസർ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലേഡഡ് ടൂളാണ്. അതായത് ജസ്റ്റ് ഒരു ബ്ലേഡഡ് ടൂൾസ് അങ്ങനത്തെ കുറച്ച് പീസസ് മാത്രമേ അവിടെയുള്ളൂ. ഫ്ലേക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഫ്ലേക്ക് എന്നുള്ളത്. എ സ്മോൾ വെരി തിൻ പീസ് ഓഫ് സംതിങ്, ടിപ്പിക്കലി ദാറ്റ് ഈസ് ബ്രോക്കൺ അവേ ഫ്രം എ ലാർജർ പീസ്. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന അമ്പിൻ്റെ മുനയുടെയൊക്കെ, അതല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലേഡഡ് ടൂൾസിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ മാത്രമേ, അതല്ലെങ്കിൽ അതിൻ്റെ പീസസ് മാത്രമേ അവിടെ കാണാനുള്ളൂ. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ പോയറ്റും സംഘവും യാത്ര ചെയ്യുമ്പോൾ അന്ന് ഒരു ജനറേഷൻ, അതല്ലെങ്കിൽ ആ പൂർവികർ, ആൻസസ്റ്റേഴ്സ് ഉപയോഗിച്ചിരുന്ന ടൂൾസുകൾ, അതല്ലെങ്കിൽ ആരോ ഹെഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആരോ ഹെഡഡ് ആയിട്ടുള്ള തിങ്സുകൾ, ഇതൊക്കെ കാണുകയാണ്. ആൻഡ് ദെൻ ഓൺ എ ഹിൽ സ്നോഡ് ഓൾ ബട്ട് സമ്മർ. അപ്പോൾ അവിടെ സമ്മറാണ് സീസൺ എങ്കിൽ പോലും മഞ്ഞിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് എ ലാൻഡ് ഓഫ് ഫാറ്റ് സമ്മർ ഡിയർ ദേ കെയിം ടു ക്യാമ്പ് ഓൺ ദെയർ ഓൺ ട്രയൽസ്. I followed my own trail here, picked up the cold drill, pick, single jack and sack of dynamite, 10,000 years. So ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എ ലാൻഡ് ഓഫ് ഫാറ്റ് സമ്മർ ഡിയേഴ്സ്. ഇദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത്, യാത്ര തുടരുന്ന സമയത്ത് അവിടെ മാൻ്റെ കൂട്ടം ശ്രദ്ധയിൽപ്പെടുകയാണ്. അവരും ഈ പറഞ്ഞതുപോലെ പോയറ്റും സംഘവും ക്യാമ്പ് അടിക്കുന്ന പോലെ അവർ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിച്ചുകൊണ്ട് വന്ന ഒരു മാൻകൂട്ടമാണ്. ദേ ആർ ആൾസോ ക്യാമ്പിംഗ് ദെയർ ആൻഡ് ഓൺ ദെയർ ഓൺ ട്രയൽസ്. അവരുടെ സഞ്ചാരപാത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോയറ്റ് എന്ത് ചെയ്തു? അവരുടെ കൂടെ പോവാതെ ഹി ഫോളോഡ് ഹിസ് ഓൺ ട്രയൽ. പോയറ്റ് അതുപോലെ തന്നെ തൻ്റെ കൂട്ടാളികൾ അവരുടെ ഒരു സഞ്ചാരപാതയുണ്ടല്ലോ, ഇതൊക്കെ കണ്ടുകൊണ്ട്, എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ആൻഡ് പിന്നീട് ലാസ്റ്റ് വരിയിൽ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് പിക്ക്ഡ് അപ്പ് ദ കോൾഡ് ഡ്രിൽ, പിക്ക്, സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനാമൈറ്റ് എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങൾ. ദീസ് ടൂൾസ് യൂസ്ഡ് ഫോർ മൈനിങ് പേർപ്പസ്. അതായത് ഒരു ജനറേഷൻ്റെ, അതല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരുടെ അധിനിവേശത്തിന്, ഈ പ്രദേശത്തേക്കുള്ള അധിനിവേശത്തിനെ കാണിക്കാനാണ് ഇത്തരം വേർഡ്സുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കോൾഡ് ഡ്രിൽ എന്നൊക്കെ പറയുന്നതും ഡ്രില്ല് അവിടെ ഇവരെടുക്കുക. ഈ പിക്കഡപ്പ് എന്ന് പറയുന്നത് എന്താണ്? കളക്ട് എന്നുള്ള മീനിങ് ആണ്. അവിടെ നിന്നും നിലത്തു നിന്നും എടുക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന ചില സാധനങ്ങളാണ്. എന്തൊക്കെയാണ്? യാത്ര അങ്ങനെ പോകുന്ന സമയത്ത് നേരത്തെ ആരോ ഹെഡ്സ് കണ്ടെത്തിയെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ റൈസർ ഫ്ലേക്കുകൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ പിന്നെയും യാത്ര തുടർന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ചകളാണ്. എന്തൊക്കെയാണ് അവർക്ക് കിട്ടിയത്? പിക്ക്ഡ് അപ്പ് ദി കോൾഡ് ഡ്രിൽ.
അവർ അതായത് മീൻസ് അവർ നിലത്തുനിന്ന് കിട്ടി അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്തു എന്ത് കോൾഡ് ഡ്രില്ല് അതുപോലെ തന്നെ പിക്ക്. ഈ പിക്ക് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഈ പിക്കാസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ സിംഗിൾ ജാക്ക്. ഈ സിംഗിൾ ജാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഷോർട്ട് ഹാൻഡിൽഡ് ഹാമറാണ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ സാക്ക് ഓഫ് ഡൈനാമൈറ്റ്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഈ ഡിമോളിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഉന്മൂലനം ചെയ്യുക, ഡിസ്ട്രക്ഷൻ, അതല്ലെങ്കിൽ അധിനിവേശം, അതല്ലെങ്കിൽ യൂസ്ഡ് ഫോർ മൈനിങ് പർപ്പസ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, ഈ പ്രദേശം നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തിരുശേഷിപ്പുകളായിട്ട്, അതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് അവർക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് 10,000 years. ഈ 10,000 years എന്നുള്ളത് ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്നതിന് 2 രീതിയിൽ നമുക്ക് അർത്ഥങ്ങൾ വായിക്കാം. അതിലൊന്നാമത്തത്, ആദ്യത്തെ ഒരു മീനിങ് എന്ന് പറയുന്നത് ദിസ് പെർട്ടിക്കുലർ പ്ലേസ് ഹാവ് എ ലോങ് ഹിസ്റ്ററി ഓഫ് മൈനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് വായിക്കാം. അതായത് ഈ പറയുന്ന സ്ഥലത്തിന് ഒരു ഈ മൈനിങ് അതല്ലെങ്കിൽ ഡിമോളിഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു ലോങ് ഹിസ്റ്ററി തന്നെ ഉണ്ട് എന്നുള്ള മീനിങ്ങിൽ നമുക്ക് വായിക്കാം. അതല്ല എങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഈ 10,000 years എന്നുള്ളത് കാണിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ആൻസെസ്റ്റേഴ്സ്. അതായത് ആ പ്രദേശത്ത് പണ്ടൊരിക്കൽ താമസിച്ചിരുന്ന അവിടുത്തെ പൂർവികരെ കുറിച്ചാണ്. അതായത് അഹ്വാനീച്ചെ എന്നായിരുന്നു ഈ ആൻസെസ്റ്റേഴ്സിൻ്റെ നെയിം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് ദി ആൻസെസ്റ്റേഴ്സ് ഓഫ് ദി അഹ്വാനീച്ചെ. ദിസ് ഏരിയ ഈസ് സെഡ് ടു ബി ഓക്യുപ്പൈഡ് 10,000 years ago by them. അതായത് ഈ പറയുന്ന ഈ കവിതയിൽ പറയുന്ന ഈ ഒരു പ്ലേസ്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 10,000 years അതായത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ആൻസെസ്റ്റേഴ്സ് പിന്നെ വന്ന് കീഴടക്കിയതാണ്, അല്ലെങ്കിൽ ഇവരാണ് ഇവിടെ വന്ന് താമസം തുടങ്ങിയത് എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 10,000 years എന്നുള്ളത് ഈ പറയുന്ന അഹ്വാനീച്ചെ ആൻസെസ്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിരിക്കാം. അപ്പോൾ ഈ 2 മീനിങ്ങുകളിൽ നമുക്കിത് വായിക്കാം എന്നുള്ളതാണ്. Okay, anyway, the poem ends here. So in short, this is a very beautiful poem. I already told you that this poem, actually this is a journey through visual imageries. അതായത് ഈ പോയറ്റും സംഘവും യാത്ര ചെയ്യുന്ന സമയത്ത് പോയറ്റ് നമ്മളെയും കൂടി കൊണ്ടുപോവുകയാണ് ആ കാഴ്ചകളിലേക്ക്. അദ്ദേഹം കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ ശരിക്കും കാണുന്നത് നമ്മളാണ്. അപ്പോൾ ആ രീതിയിൽ മനോഹരമായ വിഷ്വൽ ഇമേജറീസ് ഇട്ട് തന്നുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു കവിതയാണ് ഈ പറയുന്നത്. എനിവേ, താങ്ക് യു ഓൾ.